ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു രാവിലത്തെ, കാരണം ഇന്ന് സ്കൂളിലുള്ള ദിവസമാണ്. അപ്പം രാവിലത്തെ തിരക്കും കാര്യങ്ങളും എന്തൊക്കെയാണ് കുക്ക് ചെയ്തതെന്നൊക്കെ കാണിച്ചു തരാം. പിന്നെ മോൾക്ക് സ്കൂളിൽ ചോറ് കൊണ്ടുപോകണം. അവിടെ ഇല്ലാത്ത കൊണ്ടല്ല, അവിടുത്തെ ചോറും കറിയൊന്നും ഇഷ്ടമല്ല എന്നും പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇതാ രാവിലെ തന്നെ എണീറ്റ് ചായയൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പം അത് പൊടിയിട്ടിട്ട് നമുക്ക് ഇതാക്കാം കേട്ടോ. പൊടിയിട്ടിട്ട് നമുക്ക് ചായ തിളപ്പിക്കാൻ വെക്കാം. പിന്നെ അതിൻ്റെ ഇടയിൽ ചോറിന് വേണ്ടിയിട്ടുള്ള വെള്ളം കൂടി അവിടെ തന്നെ വെക്കാം. കാരണം ചായ ഇറക്കുന്ന ടൈമിൽ നമുക്ക് അവിടെ വെള്ളം വെച്ചിട്ട് തിളക്കാൻ വെക്കാം. എല്ലാം കൂടി രാവിലെ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പണിയും പെട്ടെന്ന് തീരുന്നുണ്ട് കേട്ടോ. പിന്നെ ക്ലീനിങ്ങിൻ്റെ ഇതേ ഉണ്ടാവുള്ളൂ. കാരണം 9 മണിക്ക് മദ്രസ വിട്ട് വന്നാൽ അപ്പോഴേക്കും നമുക്ക് ചോറും കറിയൊക്കെ ആവണമല്ലോ. ആ ഒരു ഇത് വെച്ചിട്ട് രാവിലെ തന്നെ അങ്ങനത്തെ എല്ലാ പണികളും കഴിയും. പിന്നെ ഇന്നിപ്പം വെള്ളാപ്പവും കുറുമക്കറി ആക്കാമെന്ന് വിചാരിക്കുന്നത്. ഇന്നലെ തന്നെ ഞാൻ അരിയൊക്കെ അരച്ചിട്ട് പതുക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഈസ്റ്റ് ഇല്ലാണ്ട് കേട്ടോ വെള്ളപ്പത്തിന് അരച്ച് വെക്കാം. ആദ്യമൊക്കെ ഈസ്റ്റ് ഇട്ടിട്ടേന് ഉണ്ടാക്കൽ. പിന്നെ അതിൻ്റെ ടേസ്റ്റിനേക്കാൾ ഇതൊരു മാറ്റം തോന്നിയത് കൊണ്ട് ഒരു ദിവസം ഈസ്റ്റ് ഇല്ലാണ്ട് തന്നെ അരച്ച് വെച്ച് നോക്കി. അപ്പോൾ നന്നായി വന്നിട്ടുണ്ടേനു. അപ്പോൾ പിന്നെ അങ്ങോട്ടേക്ക് ഈസ്റ്റ് ഇല്ലാണ്ട് തന്നെ അരക്കൽ. എന്താ അത് അരി പാച്ചോ നോക്കുകയാണ് കേട്ടോ. അത് പാച്ചില്ലെങ്കിൽ അന്നത്തെ ദിവസമേ പോക്കായിരിക്കും. കാരണം നമ്മളെന്തെങ്കിലും ഒന്ന് ചെയ്താലേ നന്നായില്ലെങ്കിൽ നമുക്കതൊരു വിഷമമല്ലേ. അങ്ങനെ ഈ അരി പതുക്കുന്ന കാര്യത്തിൽ എനിക്ക് അങ്ങനെ തന്നെയാണ്. തലേ ദിവസം അരച്ച് വെച്ചാൽ രാവിലെ വന്നിട്ട് ഇത് നോക്കും. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, പതിഞ്ഞ് വന്നിട്ടുണ്ട്. ഈസ്റ്റിൻ്റെ ടേസ്റ്റ് ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ, അതുകൊണ്ടാണ് ഈസ്റ്റ് ഇല്ലാണ്ട് അരച്ച് വെക്കുന്നത്. അങ്ങനെ എന്താ അരിയൊക്കെ ഇടാണ്. വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ടേനു. നമ്മളിവിടുന്ന് ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ റൈസ് കുക്കറിൽ ഇറക്കി വെക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ ഒരു അരമണിക്കൂറാകുമ്പോൾ നമുക്ക് അത് ഊറ്റാം. പിന്നെ കുറുമക്കറിക്ക് വേണ്ടിയിട്ടുള്ള പച്ചക്കറി ഒന്ന് അരിഞ്ഞെടുക്കാം. ഉള്ള കഷ്ണങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കണം കേട്ടോ. കാരണം ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഉള്ളതിനും മറ്റേ പയറൊക്കെ ഉണ്ട് ഇട്ടാ, ഞാനതില്ലാത്ത കൊണ്ട് ഇട്ടിട്ടില്ല. അങ്ങനെ ക്യാരറ്റും ഉരുളക്കിഴങ്ങൊക്കെ ഞാൻ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ഗ്രീൻ പീസിലേക്ക് ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്കത് വേവാൻ വെക്കാം. പിന്നെ ഒരു പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട്. അതൊക്കെ എരിവിന് ആവശ്യത്തിന് അവനവൻ്റെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കാം. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറി തന്നെ കേട്ടോ രാവിലെ. പിന്നെ വെള്ളാപ്പത്തിൻ്റെ കൂടെ കുറുമക്കറിയാണല്ലോ കോമ്പിനേഷൻ, അതുകൊണ്ട് അങ്ങനെ തന്നെ ആക്കിയത്. ഇനിയിപ്പോൾ അതവിടെ വേവാൻ വേണ്ടി വെച്ചിട്ട് നമുക്ക് അടുത്ത പണിയിലേക്ക് കിടക്കാം. രാവിലെ എല്ലാം പെട്ടെന്നാക്കണം. സമയം ഇപ്പം 6:20 7:10 മോൾക്ക് പോകണം, മദ്രസ പോകണം. അപ്പോഴേക്കും നമുക്ക് വെള്ളപ്പവും കറിയൊക്കെ ആവണം. കാരണം രാവിലെ തിന്നാൻ കൊടുത്താൽ അങ്ങനെ കഴിക്കൊന്നുമില്ല. വെള്ളപ്പം ആകുമ്പോൾ ഒരു വെള്ളപ്പം കഴിക്കും. പിന്നെ ഞാനിതാ ക്യാബേജ് ഒന്ന് വേഗം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം വെള്ളപ്പത്തിന് വേണ്ടിയിട്ടുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കാൻ. തേങ്ങയിലേക്ക് വലിയ ജീരകവും പട്ട ഗ്രാമ്പും ഏലക്കായ് വേണമെങ്കിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇനിയിപ്പം നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള ഗ്രീൻ പീസൊക്കെ വെന്തിട്ടുണ്ട്. ഇനിയിപ്പം കുറുമക്കറി റെഡിയാക്കാം കേട്ടോ. അതുകൊണ്ട് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു കുറച്ച് സവാള അരിഞ്ഞതിട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. അതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസും കഷ്ണങ്ങളും ഇട്ട് കൊടുത്തിട്ട് അരപ്പ് കൂടി ഒഴിച്ചിട്ട് വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. ഇല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ആ ഒരു ടൈമിന് ഇടണ്ട. പിന്നെ ആ ഒരു ജാറിൽ തന്നെ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ കാണുമ്പോൾ വിചാരിക്കും വെള്ളം അധികമാണ്. ഓവറൊന്നും ഉണ്ടായിരുന്നില്ല, കറക്റ്റ് തന്നെയായിരുന്നു. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കുറുമക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒന്നങ്ങനെ തിളച്ച് വന്നാൽ സ്റ്റൗ ഓഫ് ചെയ്യാം. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ് കുറുമക്കറി. ഇനിയിപ്പോൾ ഇതാ വെള്ളപ്പം ചുട്ടെടുക്കാം. ഇനിയിപ്പോൾ വേഗം ഒരു വെള്ളപ്പം ചുട്ടെടുക്കാം. എന്നിട്ട് മോൾക്ക് ചായ കൊടുക്കണം. അവരിത് കണ്ടാൽ തന്നെ അറിയാം കേട്ടോ. അവർ കറക്കുമ്പോൾ അവർ പതഞ്ഞേക്കുമ്പോൾ മാവിൻ്റെ ആ ഒരു പൊങ്ങി വന്നതിൻ്റെ ഒരു ഇത്. അങ്ങനെ ഇതാ വെള്ളാപ്പം ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട്.
ബാക്കി കുറച്ച് കഴിഞ്ഞിട്ട് ചുട്ടാലും കുഴപ്പമില്ലല്ലോ. പക്ഷെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് ചുട്ടെടുക്കാം. പണീൻ്റെ ഇടയിൽ ഇങ്ങനെ ഓരോന്നിങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പം അടുത്ത ഒന്നും കൂടി അവിടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് മോൾക്ക് ചായ കൊടുക്കാം. കാരണം 6:50 മോൾ എണീറ്റ് പല്ലേപ്പും യൂണിഫോം ഇടലൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇതാ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ചായ കൊടുത്തിട്ട് 7:10 നടന്നു പോകണം. കാരണം 7:30 മദ്രസ്. ഇവിടുന്ന് ഒരു 15 മിനിറ്റ് നടക്കാനുണ്ട്. അതുകൊണ്ട് ഇവിടുന്ന് ചായ കുടിച്ചിട്ട് പോകണം. അല്ലെങ്കിൽ മദ്രസിൽ നിന്ന് വന്നാലും ചായ കുടിക്കാൻ സമയം ഉണ്ടാവില്ല. 9:10 ബസ്സാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒരു ദോശയോ അല്ല ഒരു വെള്ളാപ്പോ രാവിലെ എന്താ ഉണ്ടാക്കുന്നത് കുറച്ചെങ്കിലും കഴിച്ചിട്ടേ വിടലുള്ളൂ. ഇനിയിപ്പോൾ ഇതാ പയർ കറി വെക്കുകയാണെങ്കിൽ പയറിലേക്ക് തക്കാളിയും ഉള്ളിയും പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് നമുക്ക് കുക്കറൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 3 വിസിലടിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ ഇതാ കറി ഇവിടെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് വറവിടാം. ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ചെറിയുള്ളി ഒന്ന് ചെറുതായി അരിഞ്ഞു കൊടുത്തിട്ടിട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് പയറിട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് തേങ്ങയും മഞ്ഞൾപ്പൊടിയും വലിയ ജീരകമായിട്ട് അരച്ചിട്ട് അതും കൂടി ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ പയർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങളിവിടെ തേങ്ങ അരച്ചിട്ട് തന്നെ വെക്കൽ. അങ്ങനെ തേങ്ങ അരക്കാണ്ടും വെക്കും. പിന്നെ ഇതാ ഞാനൊരു ഓംപ്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ക്യാബേജ് തോരനും വെച്ചിട്ടുണ്ട്. അത് കാണിക്കാൻ വിട്ടു. അതുകൊണ്ട് അത് കുക്ക് ചെയ്യുന്നതില്ല. അങ്ങനെ ഓളെ ടിഫിൻ ബോക്സ് റെഡിയാക്കാം. ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ക്യാബേജ് തോരനും കൂടി വെച്ച് കൊടുക്കാം. പിന്നെ ബീട്രൂട്ടിൻ്റെ അച്ചാറും ഇട്ട് കൊടുക്കുക. അത് നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് അതിങ്ങനെ എല്ലാ ദിവസവും കൊണ്ടുപോകും. പിന്നെ പയർ കറിയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ നമ്മൾ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന ഓംപ്ലേറ്റും കൂടി വെച്ചാൽ നമ്മുടെ ലഞ്ച് ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ചായ കുടിക്കാം. കാരണം മോള് വന്ന് ഓക്ക് ചായയൊക്കെ കൊടുത്തിട്ട് സ്കൂളിലേക്ക് പോയി. ഇനിയിപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് ഇതാ പാത്രം കൂടി കഴുകാനുണ്ട്. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ കുറച്ച് തിരക്കും കാര്യങ്ങളും വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ മൊത്തത്തിൽ കാണാൻ വേണ്ടി ശ്രമിക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ അടുത്ത വീഡിയോക്കും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ ബൈ.